ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബേബി ഫ്രോക്കിൻ്റെ ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ് ഫ്രോക്ക് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 500 രൂപ ആ ഒരു റേഞ്ചിൽ മേടിക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇക്കത്തിൻ്റെ മെറ്റീരിയലാട്ടോ. 1 മീറ്റർ ഇക്കത്തിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ 1 മീറ്റർ ലൈനിങ്ങിൻ്റെ ക്ലോത്തുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിതിനാവശ്യമായിട്ട് ഒരു സിബും കൂടി വേണം. പിന്നെ മാച്ചിങ് ആയിട്ടുള്ള നൂലും കൂടെ വേണം. അത്രയും സംഭവങ്ങളെ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 250 രൂപ മെറ്റീരിയലിൻ്റെ വില കഴിച്ചിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ യോക്കിൻ്റെ പോർഷനാണ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത്. ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ 8 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ ഞാനൊരു 2 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് 3.25 ഇഞ്ചാണ് കേട്ടോ. ഇവിടെ സ്ലീവ് ഒന്നും വെക്കുന്നില്ല, അതുകൊണ്ടാണ് 3.25 ഇഞ്ച് എടുക്കുന്നത്. ഇനി ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് നമുക്കൊരു ആം ഹോളായിട്ടൊരു 4.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു എൽ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. ഇനി ആ ഒരു ലൈനിൽ തന്നെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാനിവിടെ ഒരു 6.25 ഇഞ്ചാണ് എടുക്കുന്നത്. ഒരു 6 ഇഞ്ചൊക്കെ എടുത്താൽ മതിയായിരിക്കും. 6.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഷേപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ, നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം, അവിടെ ഒരു 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് 2 സൈഡിലും നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് 6.25, വേസ്റ്റ് 6 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്ത് ആ ഒരു പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ ലൈനിങ്ങിലൊക്കെ അടിച്ച് മറിച്ചിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. ബാക്കിൽ ഞാനൊരു 1/2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നിൽ ഫോൾഡഡ് സൈഡിൽ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ സൈഡിലായിട്ട് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഓപ്പൺ സൈഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. തുണി 2ആയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ മുകളിൽ ഫ്രണ്ട് പീസ് ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തേക്കണം എന്തിനാണെന്ന് വെച്ചാൽ സിബ് വയ്ക്കാനായിട്ടാണ്. സിബല്ല, ഇനിയിപ്പോൾ പടിയാണ് വയ്ക്കുന്നതെങ്കിൽ പോലും നമുക്കൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കൂടുതലെടുത്തതും കൂടി കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസ് വരും ബാക്ക് സൈഡ്. ഫ്രണ്ട് സൈഡ് നമ്മൾ ഒറ്റ പീസായിട്ടാട്ടോ വരുള്ളൂ. ബാക്ക് സൈഡിൽ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് തല കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് 1/2 ഇഞ്ച് ഞാൻ ആ മാർക്ക് ചെയ്തില്ലേ ആദ്യം, അവിടെ ഒന്ന് ഒരു ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് എവിടെയാണെന്ന് അറിയാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കയറ്റി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് ചെറുതായി പോകും. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ്, ഇത് ഫ്രണ്ട് സൈഡുമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ടിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ വേണ്ടത് 13 ഇഞ്ചാണ്. ഞാനിവിടെ ഒരു 12 ഇഞ്ച് ലെങ്ത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള 2 പീസുകളാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഒരു 32 ഇഞ്ച് വിഡ്ത്ത് വരും. ലെങ്ത്ത് 12 ഇഞ്ച് ലെങ്ത്ത് വരും. അതുപോലെ തന്നെ മെയിൻ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് ഞാനൊരു 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വിഡ്ത്ത്, തുണിയുടെ വിഡ്ത്ത് തന്നെ 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അതുപോലത്തെ 2 പീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പീസ് എടുത്ത് വെച്ചിട്ട്, ഇത് യോക്ക് പോർഷനാണ്, ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മളിപ്പോൾ ആദ്യം കട്ട് ചെയ്ത ലൈനിങ് ഉണ്ടല്ലോ ഫ്രണ്ട് പീസിൻ്റെ, ആ ലൈനിങ്ങിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട. നെക്ക്, രണ്ടാമത്തെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ നെക്ക് കറക്റ്റായിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം
ആം ഹോളും കൂടെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഉള്ളിലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്കത് തിരിച്ചിട്ടെടുക്കുമ്പോൾ ദാ ഇതുപോലെ വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. കണ്ടോ, നമ്മൾ കൂട്ടി അടിക്കുന്നില്ല കേട്ടോ. സൈഡും താഴ്ഭാഗവും ഒന്നും ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂട്ടി അടിക്കുന്നില്ല. ഇനി അടുത്ത പീസ് എടുത്ത് വെച്ചു. അതിൻ്റെ നല്ല വശം വെച്ചിട്ടുണ്ട്. അതുപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് ഈ രീതിയിലൊന്ന് വെക്കുക. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവും. അതായത് ആം ഹോളും നെക്കും തമ്മിൽ തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ വെച്ചിട്ട് ചെയ്യുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് തിരിഞ്ഞു പോകത്തില്ല. ഞാനവിടെ നെക്കും അതുപോലെ ആം ഹോളും മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ. ഷോൾഡർ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 പീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നെക്ക് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സിബ് വയ്ക്കാനുള്ള അറേഞ്ച് പോകില്ല. അപ്പോൾ കറക്റ്റ് ആയിക്കോളും. കണ്ടോ, ഇത് ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗം ഞാൻ കൂട്ടി അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ബാക്ക് സൈഡിൻ്റെ ഈ ഒരു പീസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് മറിച്ചിടുകയാണ്. ചീത്തവശം മുകളിൽ വരത്തക്ക രീതിയിൽ മറിച്ചിടുകയാണ്. അതിനുശേഷം ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. അപ്പോൾ നോക്കിയിട്ട് വയ്ക്കുക. ആം ഹോളും അതുപോലെ തന്നെ നെക്കും ആ ഒരു കറക്റ്റ് പാകത്തിനാണോ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ ലൈനിങ്ങും രണ്ടിൻ്റെയും ലൈനിങ് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ലൈനിങ് താഴെയും മുകളിലുമായിട്ട് വരണം. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും താഴെയും മുകളിലായിട്ട് വരണം. അങ്ങനെ ഉണ്ടോയെന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ തിരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ പീസും ജോയിൻ ചെയ്തെടുക്കുക. ലൈനിങ്ങുകൾ തമ്മിൽ ഒരുപോലെ വരണം. അതുപോലെ മെയിൻ പീസുകൾ തമ്മിൽ ഒരുപോലെ മുകളിലും താഴെയുമായിട്ട് വരണം. അപ്പോൾ ഈ 2 ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് കാണുകയില്ല. വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് നോക്കുക, ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ താഴ്ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗം നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. കണ്ട് ബാക്ക് സൈഡും ഉള്ളിലെല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ആ താഴ്ഭാഗം ഒന്ന് ജോയിൻ ചെയ്യുന്നത്. മെയിൻ ക്ലോത്ത് ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ആ ഒരു ഭാഗത്ത് നമ്മൾ സിബ്ബാണ് വെക്കുന്നത്. സിബും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 ഇഞ്ചാണ് നമ്മളവിടെ സിബിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സിബ് നമ്മൾ വെച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷനാണ്. 2 പീസല്ലേ നമുക്ക് വന്നിരിക്കുന്നത് സ്കേർട്ടിൻ്റെ പോർഷനായിട്ട്. അപ്പോൾ ആ 2 പീസും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ പ്രിൻ്റൊക്കെ നോക്കുക കേട്ടോ, കറക്റ്റ് മുകളിലേക്കാണോ വരുന്നതെന്നുള്ള രീതിയിൽ. എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു യോക്ക് പോർഷൻ ഉണ്ടല്ലോ താഴത്തെ, അതിൻ്റെ വിഡ്ത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ആ താഴെ 6 അല്ലേ എടുത്തത്. അപ്പോൾ മൊത്തം വരുമ്പോൾ 12 ഇഞ്ച് വരും. അപ്പോൾ 12 ഇഞ്ച് ഈ പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷന് കാണാവുള്ളൂ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അളന്ന് നോക്കാം. ഏകദേശം എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു 13 ഇഞ്ച് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് സൈഡിൽ തയ്യൽ തുമ്പ് 1 ഇഞ്ച് ഇട്ടിട്ട് അടിക്കാം. അപ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും പ്ലീറ്റ് ഇട്ടെടുക്കണം. ലൈനിങ്ങിന് അധികം പ്ലീറ്റ് ഇട്ടെടുക്കാനായിട്ട് ഒരുപാട് വിഡ്ത്തിൽ തുണി കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ തികഞ്ഞെന്ന് വരില്ല. അതും കറക്റ്റായിട്ട് 13 ഇഞ്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും നമുക്ക് 12 ഇഞ്ചിലൊന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് വേണ്ടത് ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഈ മെയിൻ പീസ് പ്ലീറ്റ് ഇട്ടെടുത്തേക്കണതില്ലേ, അത് രണ്ടും കൂടെ താഴെയും മുകളിലുമായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ യോക്ക് പോർഷൻ സൈഡ് ജോയിൻ ചെയ്തിട്ടില്ല. ഒന്ന് വെച്ച് നോക്കുകയാണ് എത്രയാണ് വേണ്ടതെന്ന്, കറക്റ്റായിട്ടുണ്ടോ എന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത്
സിബ്ബ് കൂടി വെച്ച് കൊടുക്കണം. ബാക്ക് സൈഡിൽ നമ്മൾ സിബ്ബാണ് വയ്ക്കുന്നത്. യോക്കിന് സിബ്ബ് കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയായി. ഞാനിവിടെ സിബ്ബ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ യോക്ക് പോർഷൻ ആദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിന് ശേഷം രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഒരു ചെസ്റ്റ് മാർക്ക് ചെയ്തേക്കണ ആ ഒരു പോയിന്റിൽ തന്നെ ഒന്നും കൂടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് അടിച്ചെടുക്കുന്ന. ഇനി നമ്മുടെ ബോഡി പാർട്ടും അതുപോലെ തന്നെ സ്കർട്ടിൻ്റെ പോർഷനും കൂടെ യോജിപ്പിച്ചെടുത്ത് താഴ്ഭാഗവും കൂടെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന വേറൊരു ഉടുപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.